ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ചുകൊണ്ടിരുന്ന ആസിയയിലെ 7 സഭകൾക്കുള്ള കത്ത്, ആ ലേഖനത്തിൻ്റെ തുടർന്നുള്ള പഠനത്തിനായിട്ട് വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം ഇന്ന് പ്രാരംഭമായിട്ട് വായിക്കാം. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 3 വേഴ്സ് 8. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ 7-ാമത്തെ വാക്യത്തിൽ നിന്ന് മുഖ്യമായിട്ട് ഓർത്തത്, കർത്താവ് തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല, കർത്താവ് അടച്ചാൽ ആർക്കും തുറക്കാൻ കഴിയത്തില്ല. അങ്ങനെ പ്രാപ്തിയോടെ താക്കോലുള്ളവൻ എന്ന വാക്കാണ് നമ്മൾ മുഖ്യമായിട്ട് ചിന്തിച്ചത്. ഈ ഫിലദൽഫിയ സഭയോടെ കർത്താവിനെ തുടർന്ന് പറയാനുള്ളത്, നിന്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു എന്നാണ്. അതെന്താണെന്ന് പറഞ്ഞിട്ടില്ല. നമുക്ക് ന്യായമായിട്ട് ഊഹിക്കാം. 11-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവരവന്റെ നാമം നിഷേധിച്ചില്ല, വചനം കാത്തുകൊണ്ടു. ആ 2 കാര്യമാണ് അവരെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഒരു ദോഷവും അവരെക്കുറിച്ച് പറയാനായിട്ടുമില്ല. നമ്മൾ ആ വാക്യം പിന്നീട് ചിന്തിക്കുന്നുണ്ട്. ഇവിടെ 8-ാമത്തെ വാക്യത്തിൽ കർത്താവ് തുടർന്ന് പറയുന്നത്, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ എന്ന വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. ഈ സഭയെ സംബന്ധിച്ച് നമ്മൾ ചിന്തിച്ച മുൻപുള്ള സഭകളെപ്പോലെ ഒരു കുറ്റവും അവരെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. മാത്രമല്ല, അവിടെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പൊതുവെ പ്രതികൂലമുള്ള കാലഘട്ടമാണെങ്കിലും അവർ കഠിനമായ അവസ്ഥ കൂടെ കടന്നു പോകുന്നതായിട്ടോ എന്തെങ്കിലും പ്രശ്നം സഭയിലുള്ളതായിട്ടോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു പറഞ്ഞതിന്റെ ആശയം, സ്വാതന്ത്ര്യമായി ജീവിപ്പാൻ അവർക്ക് കർത്താവ് അവസരം കൊടുത്തിരിക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതുപോലെ തന്നെ ഇന്ന് ഓർക്കേണ്ടിയിരിക്കുന്നു, മറ്റു പല സഭകൾക്കും അങ്ങനെയല്ല കർത്താവ് അവസരം കൊടുത്തത്. ഇവരുടെ മനസാക്ഷിയും മനോഭാവവും അവരുടെ സ്വഭാവവും മനസ്സിലാക്കി കർത്താവ് ഒരു വാതിൽ തുറന്നു വെച്ചു. അവർക്ക് സ്വാതന്ത്ര്യമായി വിശാലമായി ജീവിപ്പാനുള്ള അവസരം കൊടുത്തു എന്നാണ് ആ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ തന്നെ ചില കാര്യങ്ങൾ പറയണം എന്ന ആഗ്രഹമാണ് മനസ്സിലുള്ളത്. ഈ വാതിൽ തുറന്നു വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ, വാതിൽ തുറക്കുന്നത് കർത്താവിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമാണ്. വാതിൽ തുറക്കുന്നത് അത് മറ്റാർക്കും തടസ്സപ്പെടുത്താനായിട്ട് സാധിക്കത്തില്ല. നാം 1-2 കാര്യം ചിന്തിക്കുന്നത്, ഈ വാതിൽ തുറന്നു വെച്ചെന്ന് പറഞ്ഞാൽ തുറന്നു കിട്ടിയ വാതിലുണ്ട്, തുറന്നു കിടക്കുന്ന വാതിലുണ്ട്. തുറന്നു കിട്ടിയ വാതിൽ എന്ന് പറഞ്ഞാൽ പ്രത്യേക ഉദ്ദേശത്തോടുകൂടി കർത്താവ് തുറന്നു കൊടുക്കുന്നതാണ്. തുറന്നു കിടന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അത് വിവേകത്തോടെ ആ വഴിയെ പോയില്ലെങ്കിൽ അത് പ്രശ്നമാവുകയും ചെയ്യും. 1-2 ഉദാഹരണങ്ങൾ പറയാം. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് യാത്ര ചെയ്ത് മരുഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അവർ മുമ്പിൽ കണ്ട കാഴ്ച ഒരു ചെങ്കടല. അത് അവർക്ക് തടസ്സമായിരുന്നു. മോശയോട് പറഞ്ഞ പ്രകാരം മോശ കടലിന് മീതെ വടി നീട്ടി കടലിനെ, നമ്മുടെ ഇപ്പോഴത്തെ പറഞ്ഞ ഭാഷയിൽ പറഞ്ഞാൽ, തുറന്നു കൊടുത്തു. തുറന്ന വിശാലമായ വഴിയിലൂടെ, തുറന്നു ലഭിച്ച വിശാലമായ വഴിയിലൂടെ ദൈവജനം വളരെ ശാന്തമായി സമാധാനമായിട്ട് അക്കരെ എത്തി. അപ്പൊ ദൈവം നമുക്ക് ഒരു വഴി തുറന്നു തന്നാൽ ആ തുറന്നു തരുന്ന വഴിയുടെ പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അത് ദൈവം നിവർത്തിക്കുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. നിവർത്തിക്കും. അപ്പൊ നമ്മൾ ഓർത്തിരിക്കേണ്ടത്, എനിക്ക് തുറന്നു തന്ന വഴി ഞാൻ പ്രയോജനപ്പെടുത്തണം. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച്, ഈ സമുദ്രമൊക്കെ ഇങ്ങനെ നിൽക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ശത്രു വന്നവരെ പിടിച്ചുകൊണ്ട് പോയേനെ. അങ്ങനെ വിചാരിപ്പാൻ ആവശ്യമില്ല. അത്ഭുതകരമായിട്ടായിരിക്കും, അവിശ്വസനീയമായിട്ടായിരിക്കും കർത്താവ് ചില വഴികൾ നമുക്ക് തുറന്നു തരുന്നത്. അവിടെ പിന്നെ സംശയിപ്പാൻ ആവശ്യമില്ല. അവരങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അക്കരെ എത്തി. പിന്നെ നമ്മൾ കാണുന്നത് പുറകെ ഒരു കൂട്ടം ആൾക്കാർ വരുന്നു. അവരിവരെ പോലെയല്ല.
അവരെ യുദ്ധ സന്നാഹത്തോടെ വരിക. മുൻപ് പോയ കൂട്ടത്തിൽ രാജാക്കന്മാരൊന്നുമില്ല, കുറെ രാജാവ് ഉൾപ്പെടെയുള്ള സൈന്യം വരിക, രഥങ്ങളുമായിട്ട് വരിക. അവർ വലിയ പ്രതാപത്തോടുള്ള വരവ. അവർ വന്നപ്പോൾ കാണുന്ന കാഴ്ച, ഒരു ശല്യവും ഞങ്ങൾക്കില്ല, എല്ലാം തുറന്നു കിടക്കുക. വ്യത്യാസം മനസ്സിലായല്ലോ? തുറന്നു കൊടുത്തതും തുറന്നു കിടക്കുന്നതും. ദൈവം ഒരു വഴി തുറന്നു തന്നാൽ അതിൽ നമുക്ക് അനുഗ്രഹിക്കപ്പെടുന്നതിലേക്ക് മുൻപോട്ട് പോകാം. ദൈവത്തിന്റെ ഉദ്ദേശം നമ്മൾ നിറവേറുകയും ചെയ്യും. നമ്മൾ മടിക്കരുത് മാത്രമേ ഉള്ളൂ. പുറകെ വരുന്നവർക്ക് ഇത് തുറന്നു കിടക്കുന്നത് എല്ലാം നല്ലതല്ല. നമുക്ക് തോന്നാം, അത് അങ്ങോട്ടേക്ക് പോയാലെന്താ, ഇവിടേക്ക് പ്രവർത്തിച്ചാലെന്താ, ഇങ്ങനെ ചെയ്താലെന്താ ഒക്കെ ചിന്തിക്കുന്നവരുണ്ട്. ഇല്ല, തുറന്നു കിടക്കുന്നതെല്ലാം നല്ലതല്ല. അവർക്ക് തോന്നിയത് നല്ലതായിട്ട് തോന്നി. അവർ വിശാലമായ സ്ഥലത്തൂടെ യാത്ര തിരിച്ചു. പക്ഷെ അക്കരെ എത്തിയില്ല. തിരിച്ചിക്കരെ വരാനും പറ്റിയില്ല. അവരുടെ ജീവിതം അവിടെ അവസാനിച്ചു. അതാണ് ഒരു ഉദാഹരണം. പിന്നെ നമ്മൾ കാണുന്നത് ഈ അബ്രഹാമിന്റെ സഹോദരപുത്രനായ ലോത്തും അബ്രഹാമും തമ്മിലുള്ള ഒരു സംഭാഷണമാണ്. ഉൽപ്പത്തി 13-ാം അധ്യായം. ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് വാക്യങ്ങൾ എടുക്കാതെ അങ്ങ് പോകുക. അവിടെ ഒരു ശണ്ടയുണ്ടായി അവരുടെ ഇടയന്മാർ തമ്മിൽ. അതത്ര യോഗ്യമായ കാര്യമല്ലെന്ന് ബോധ്യപ്പെട്ട അബ്രഹാം ലോത്തിനോട് പറയുക, നിനക്കിഷ്ടമുള്ള സ്ഥലം നീ തിരഞ്ഞെടുത്തുകൊള്ളുക. അങ്ങനെ പറഞ്ഞ് അബ്രഹാം ലോത്തിന് സ്വാതന്ത്ര്യം കൊടുത്തു. ലോത്ത് നോക്കിയപ്പോൾ സ്ഥലം വിശാലമായിട്ട് കിടക്കുക. വിശാലമായിട്ട്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തുറന്നു കിടക്കുക. അദ്ദേഹം ആ സ്ഥലം അങ്ങ് തിരഞ്ഞെടുത്തു. നമുക്കറിയാമല്ലോ അതിന്റെ അന്ത്യം എന്താണെന്നുള്ള കാര്യം. അപ്പോ വിശാലമായി കിടക്കുന്നു, തുറന്നു കിടക്കുന്നു, നന്നായി തോന്നുന്നു എന്നുള്ളത് കൊണ്ട് അത് നല്ലതാകണമെന്നില്ല. അപ്പോ ലോത്തിന്റെ ജീവിതത്തിൽ തുറന്നു കിടന്ന അനുഭവത്തിലൂടെ പോയത് തനിക്ക് ദോഷമായിട്ട് ഭവിച്ചു. എന്നാൽ അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ പിന്നീട് വായിക്കുന്നത് നീതിമാനായ ലോത്തെന്നാണല്ലോ. അവൻ നീതിമാനായതുകൊണ്ട് ആ തുറന്നു കിടന്ന വഴിയിലൂടെ പോയി എന്ന തെറ്റ് അവന്റെ ഭാഗത്തുണ്ടെങ്കിലും കർത്താവ് ഒരു കരുണ കാണിച്ചു. 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ ദേശത്തെ കർത്താവ് നശിപ്പിക്കാൻ തുടങ്ങുക, സോദോം ഗൊമോറയെ, അവിടുത്തെ പാപം കഠിനമായതുകൊണ്ട്. അപ്പോൾ പറഞ്ഞു, ഞാൻ നശിപ്പിക്കുന്നതിന് മുമ്പ് നീ നിനക്കുള്ളവരെ വിളിച്ചുകൊണ്ട് ഇവിടുന്ന് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. പൊയ്ക്കൊള്ളുന്ന് പറഞ്ഞപ്പോൾ ലോത്ത് അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ലോത്ത് പറയുന്നു, നീ പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ എനിക്ക് പറ്റത്തില്ല, അതിനുള്ള സമയമില്ല. ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ടല്ലോ, അവിടെ പൊയ്ക്കോട്ടെ. ദൈവം ആ സ്ഥലം അവന് കാണിച്ചു കൊടുത്തു. അത് തുറന്നു കിടന്ന സ്ഥലത്തൂടെ പോയി ദുഃഖം അനുഭവിച്ചവന് അവസാനം ദൈവം തുറന്നു കൊടുത്ത ഒരു വഴിയിലൂടെ രക്ഷപ്പെട്ടു. ദൈവത്തിന്റെ കരുണയാണ്. ഞാനും നിങ്ങളും പലപ്പോഴും നമ്മൾ തുറന്ന വഴിയിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിച്ചിട്ടുമുണ്ട്, കാല് വെച്ചിട്ടുമുണ്ട്. എന്നാൽ നമ്മളെ തകർത്തി കളയാതിരിക്കുന്നത് കർത്താവിന്റെ കരുണയാണ്. അതിനാ ദീർഘക്ഷമ, മഹാദയ എന്നൊക്കെ പറയുന്നത്. അവൻ പിന്നെയും അവസാന സമയത്താണെങ്കിലും ഒരു വഴി തുറന്നു തരും. എന്നിട്ട് പറഞ്ഞു, നീ അവിടെ എത്തുവോളം എനിക്കൊന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. ആ കഷ്ടതയിൽ, ആ നഷ്ടത്തിൽ, ആ അപമാനത്തിൽ, ആ വേദനയിൽ എന്റെ ദാസൻ നീതിമാൻ ഉൾപ്പെടാൻ പാടില്ല. ദൈവത്തിന്റെ കരുണയാണ്. മുൻപ് അവരൊരല്പം ക്രമക്കേട് കാണിച്ചു, കർത്താവ് അത് കണക്കിട്ടില്ല. ദൈവത്തിന്റെ കരുണ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇങ്ങനെ പറഞ്ഞാൽ ധാരാളം കാര്യങ്ങൾ ഉദാഹരണമായിട്ട് പറയാനുണ്ട്. നമ്മൾ ബിലിയാമിനെ കുറിച്ച് നേരെ ചിന്തിച്ചതാ മുൻപ് ഒരു സഭ പഠിച്ചപ്പോൾ. ബിലിയാം ഒരു പ്രവാചകനാണ്. അവന് ഒരു പരിമിതമായ വാതിലുണ്ടായിരുന്നു. എല്ലായിടത്തും പോകാനൊക്കത്തില്ല, എല്ലാ കാര്യവും പറയാനൊക്കത്തില്ല, വേറൊരാൾ പറയുന്ന പോലെ ദൈവജനത്തെ ശപിക്കാൻ പറ്റത്തില്ല. ഇതൊക്കെ പരിമിതമായ ഒരു വാതിലാണ്, ഒരു ഇടുങ്ങിയൊരു വാതിലാണ്. ആ വാതിലിൽ കൂടെ അങ്ങ് പോയാൽ മതിയായിരുന്നു. ബയോന്റെ മകനായ ബിലിയാം എന്ന പേരെപ്പോഴും ഉണ്ടാകുമായിരുന്നു. പക്ഷെ ബാലാക്ക് വന്ന് സംസാരിച്ചപ്പോൾ ഒരു തുറന്ന വാതിൽ കാണിച്ചു കൊടുത്തു. ധാരാളം വെള്ളി, ധാരാളം പൊന്ന്, പേരും പെരുമയൊക്കെ തരാം, ഞാൻ നിന്നെ ബഹുമാനിക്കാമെന്ന് പറഞ്ഞു. ദൈവം കൊടുത്തത് ഇടുങ്ങിയ ഒരു വാതിലായിരുന്നു. പക്ഷേ അത് പ്രവാചകൻ ശുശ്രൂഷയായിരുന്നു. നന്നായി ചെയ്യാമായിരുന്നു. മറുഭാഗത്തൊരു രാജാവ് കാണിച്ചത് വിശാലമായ വാതില, തുറന്ന വാതില, വെള്ളി, സ്വർണം, പൊന്ന്, ധാരാളം നന്മകള് അവൻ വാഗ്ദാനം ചെയ്തു. എന്ത് ചെയ്തു ഇദ്ദേഹം? ആ വഴിയൊന്ന് മാറി, വാതിലൊന്ന് മാറി, വിശാലത ആഗ്രഹിച്ചു. വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇസ്രായേൽ മക്കൾ സൈന്യത്തെ, ശത്രുവിനെ കൊന്ന കൂട്ടത്തിൽ ബയോന്റെ മകനായ ബിലിയാമിനെയും വാളുകൊണ്ട് കൊന്നു. കാര്യം അവിടെ അവസാനിച്ചു. അപ്പോ ആ തിരഞ്ഞെടുപ്പ് ദൈവത്തിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അങ്ങനെ അന്ത്യം അവന് കൊടുത്തു. പിന്നീട് യൂദ ലേഖനം എഴുതുമ്പോഴും പത്രോസ് ലേഖനം എഴുതുമ്പോഴും അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് മുന്നറിയിപ്പായിട്ട്, വാർണിംഗ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എക്സാമ്പിളായിട്ടല്ല,
അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ നമ്മുടെ കർത്താവ് തന്റെ പർവ്വത പ്രസംഗത്തിൽ പറഞ്ഞായിരുന്നല്ലോ 2 വാതിലിനെ കുറിച്ച്, ഇല്ലേ? ഇടുങ്ങിയ വാതില്, വിശാലമായ വാതിൽ. ഇടുങ്ങിയ വാതിലൂടെ പോകുന്ന ഒരു ചുരുക്കമാണ്. വിശാലമായ വാതിലൂടെ പോകുന്നവരാണ് ധാരാളമായിട്ടുള്ളത്. എന്നിട്ട് കർത്താവ് അതിന്റെ അന്ത്യത്തെക്കുറിച്ച് പറഞ്ഞു. ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുക, അത് നിത്യജീവങ്കിലേക്ക് പോകുക. വിശാലമായ വാതിലോ നാശത്തിലേക്ക് പോകുക. അപ്പൊ കർത്താവ് അവിടെ 2 വാതിലിനെ കുറിച്ച് പറഞ്ഞാണ് ആ പ്രസംഗം അവിടെ അവസാനിപ്പിക്കുന്നത്. പർവ്വത പ്രസംഗം അവസാനിപ്പിക്കുന്നത്. അപ്പോ ഇങ്ങനെ പറഞ്ഞ കർത്താവ് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഞാൻ വന്നത് ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെ നീക്കുവാനല്ല, നിവർത്തിപ്പാനാണ് എന്ന് പറഞ്ഞ കർത്താവ് ആ പ്രസംഗത്തിലേക്ക് അവസാനം തന്റെ ആ വന്ന ഉദ്ദേശം ക്രൂശിൽ നിവർത്തിച്ചപ്പോൾ അവിടെ പറഞ്ഞു സകലവും നിവൃത്തിയായി. അതിനെക്കുറിച്ച് പിൽക്കാലത്ത് എബ്രായ ലേഖനം എഴുതിയ ആള് പറഞ്ഞു, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരുശീലയിലൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി. ആ വാതിൽ കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ വാതിലാകുന്നുണ്ട്. പിന്നെ പറഞ്ഞു ഞാൻ വഴിയാകുന്നു പറഞ്ഞു. 2 പറഞ്ഞിട്ടുണ്ട്. ഞാൻ വാതിലാകുന്നു, ഞാൻ വഴിയാകുന്നു. ക്രിസ്തുവിലൂടെ നമുക്കൊരു പുതിയ വാതിൽ, ഒരു വഴി, അത് ജീവനുള്ളതാണ്, പുതിയതാണ്. അങ്ങനെ തുറന്നു തന്ന് നമ്മെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള അവകാശം ദൈവം നമുക്ക് തന്നു. അതുകൊണ്ട് നമ്മൾ അതിനെ ബേസ് ചെയ്ത് വേണം ജീവിക്കാനായിട്ട്. ഏതിനെയാ? കർത്താവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തിലൂടെ എനിക്കൊരു പുതിയതും ജീവനുള്ളതുമായ വാതിലും വഴിയും തുറന്നു തന്നു. എന്നെ അതിലൂടെ പ്രവേശിപ്പിച്ചല്ലോ. ഇനി ഞാൻ വാതിൽ തിരക്കി പോകാൻ പാടില്ല, വഴി മാറി പോകാൻ പാടില്ല. അത് നമ്മുടെ ജീവിതത്തിലെ ഉത്തരവാദിത്തമാണ്. ആ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ തന്നെ 2 പേരല്ല, വിദ്വാൻമാരെ, 2 3 പേരായിക്കോട്ടെ, വിദ്വാൻമാരെ യാത്രയിൽ യേശുവിനെ കാണാൻ പോയ കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാം. യേശു കുഞ്ഞിനെ കാണാനായിട്ട് വിദ്വാൻമാർ പോയല്ലോ. അവർ പോയി കാഴ്ചയൊക്കെ വെച്ചു. അവർക്ക് വഴികാട്ടിയായിട്ട് നക്ഷത്രമുണ്ടായിരുന്നു. നക്ഷത്രം പോകുന്നത് നോക്കി നിങ്ങൾ പോകണം. ശിശു കിടക്കുന്ന വീടിന്റെ മുകളിൽ ചെല്ലുമ്പോൾ നക്ഷത്രം അവിടെ നിൽക്കും. അതാണ് അടയാളം. അവിടെ ചെന്ന് ശിശുവിനെ കാണാം, അവന് നമസ്കരിക്കാം. ആ ലക്ഷ്യത്തോടെ അവർ പോയ കൂട്ടത്തിൽ അവർക്ക് വഴിയും വാതിലും, നമ്മുടെ ഭാഷ പറഞ്ഞാൽ വാതിലും ദൈവം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ ഇവരുടെയൊക്കെ സംസാര മധ്യേ മാനുഷിക ബുദ്ധി അതല്ല നമ്മുടെയൊക്കെ പ്രശ്നം. പുസ്തകം കയ്യിലിരിക്കുമ്പോഴാണ് നമ്മുടെ വേറെ അഭിപ്രായം വരുന്നത്. വേറെ അഭിപ്രായം വന്നപ്പോൾ ഇവർ പറയുന്നത് രാജാവായി പിറന്നവനാണല്ലോ യേശു, അപ്പോൾ അവനെ എവിടെ പിറക്കേണ്ടത് എന്ന ആലോചന അഭിപ്രായം വന്നു. അപ്പോൾ ഒരാൾ പറഞ്ഞു കാണും, നമുക്കിവിടെ അടുത്തുള്ള കൊട്ടാരത്തിൽ പോകാം. കൊട്ടാരത്തിൽ പോകണമെങ്കിൽ കൊട്ടാരത്തിന് കുറേ മുമ്പ് ഒരു വലിയ മതിൽക്കെട്ട് കാണും, വലിയൊരു ഗേറ്റ് കാണും. സാറിന് അങ്ങനെയാണല്ലോ, അതിനെ പട്ടണ മതിലെന്നും പട്ടണ വാതിലെന്നും ഒക്കെ പറയും. മനസ്സിലായല്ലോ? ആ വാതിലൂടെ അവർ പ്രവേശിച്ചു. ആരെ കാണാനാണ്? യേശുവിനെ കാണത്തില്ല. അങ്ങനെ ഒരു വാതിലല്ല ദൈവം കാണിച്ചു കൊടുത്തത്. ആ വാതിൽ രാജാവിനുള്ളത്, ഈ ഭൂമിയിലെ രാജാവിനുള്ളതാണ്. സ്വർഗത്തിൽ നിന്ന് വന്നവൻ ഇരിക്കുന്നത് ഒരു കൊച്ചുകൂടില്ല, അല്ലെങ്കിൽ പശുക്കൂട്ടിലായിരിക്കാം. ആ സമയത്ത് അവിടെ മാറ്റി കാണുമായിരിക്കാം. അവന്റെ അമ്മയുടെ മടിയിൽ ഇരിക്കുന്നതേ ഉള്ളൂ. അവനെ കാണാനുള്ള വഴിയും വാതിലും കാണിച്ചു കൊടുത്തു. ഇവരെന്ത് ചെയ്തു? വേറെ വാതിലൂടെ പ്രവേശിച്ച് കൊട്ടാരത്തിലെത്തി കാര്യം പറഞ്ഞപ്പോൾ അവിടെ ആകെപ്പാടെ അങ്കലാപ്പായി. രാജാവിന് ആഗ്രഹം ഈ സൂക്ഷ്മമായിട്ടൊന്ന് അറിഞ്ഞിട്ട് ഒരു കൽപ്പന പുറപ്പെടുവിച്ച് ഈ കുഞ്ഞുൾപ്പെടെയുള്ളവരെ കൊല്ലത്തക്കവണ്ണം രാജാവ് ഹൃദയത്തിൽ തീരുമാനിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് എല്ലാം അന്വേഷിച്ചിട്ട് മടങ്ങി വന്ന് എന്നെ വിവരം അറിയിക്കാൻ പറഞ്ഞത് കേട്ടാൽ തോന്നുന്നു ഇദ്ദേഹത്തിന് പോയി നമസ്കരിക്കാനാണെന്ന്. അല്ലായിരുന്നു. ഇതാർക്കറിയാം? സ്വർഗത്തിലെ ദൈവത്തിനറിയാം. അറിയാവുന്നതുകൊണ്ട് ദൈവം ഒരു വാക്കവരോട് പറഞ്ഞു, നിങ്ങൾ പോയതൊക്കെ പോയി സമ്മതിച്ചു, പോയത് തെറ്റായിപ്പോയി, വഴി മാറിയതായിരുന്നു, വാതിൽ മാറിയതായിരുന്നു, ഇനി തിരികെ എന്ത് ചെയ്യണം? ആ വഴിയെ പോകരുത്, വേറെ വാതിൽ കൂടെ പോകണം, വേറെ വഴിയൂടെ പോകണം. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ആവർത്തിച്ച് പറയാം, മനഃപൂർവ്വമായിട്ടാണെങ്കിൽ പോലും, ബുദ്ധി ഉപയോഗിച്ചാണെങ്കിൽ പോലും, ആലോചന കീഴ്പ്പെട്ടാണെങ്കിൽ പോലും വഴി മാറിപ്പോയാൽ, വാതിൽ മാറിപ്പോയാൽ കർത്താവിന് കരുണ കുറയുന്നില്ല, അവന്റെ മനസ്സിൽ നമ്മോട് കുറയുന്നില്ല, അവൻ ദീർഘക്ഷമ വലുതാ, അവൻ പിന്നെ ഒരു അവസരം കൂടെ തരിക. സംഭവിച്ചതിന് മേലെ സംഭവിക്കരുത്, അതിലേ പോകരുത്, വഴി മാറിപ്പോയിക്കൊള്ളുക. ഇന്ന് സന്ധ്യാസമയത്ത് എന്നോടും നിങ്ങളോടും ദൈവാത്മ പറയുന്ന ഇതാണ്, ഞാൻ തുറന്നു വന്ന വാതിലൂടെ അല്ലയോ പോകുന്നത്, ഞാൻ കാണിക്കുന്ന വഴി കൂടെ അല്ലയോ പോകുന്നത്. ഒരു ചെറിയ വ്യത്യാസങ്ങളും ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കുക. ഇനിയും ആ വഴിയെ പോകാതെ മാറിപ്പോവുക.
അത് കർത്താവിന്റെ കരുണയാണെന്ന് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ആ നിലയിൽ മുൻപോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്യാം. ഇവരോട് പറഞ്ഞത്, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. ഇതിനെയും പൗലോസും മറ്റും പല പ്രാവശ്യം പറഞ്ഞ ഒരു വാക്കാണ് ഈ വാതിൽ തുറന്നത്. നമുക്ക് അവിടെ നിന്ന് വായിച്ചിട്ട് മുൻപോട്ട് പോകാം. അപ്പോസ്തലരുടെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ തനിക്ക് ലഭിച്ച ഒരു പ്രത്യേക ആനുകൂല്യം പറയാണ്. ആക്ട്സ് ചാപ്റ്റർ 14:27. അവിടെ എത്തിയ ശേഷം സഭയെ ഒരുമിച്ച് കൂട്ടി ദൈവം തങ്ങളോടിരുന്ന് ചെയ്തതൊക്കെയും ജാതികൾക്ക് വിശ്വാസത്തിന്റെ വാതിൽ തുറന്നുകൊടുത്തതും അറിയിച്ചു. പൗലോസിന്റെ ശുശ്രൂഷയിൽ ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ, ജാതികൾക്കും രാജാക്കന്മാർക്ക് മുമ്പിൽ എന്റെ സാക്ഷ്യം വഹിപ്പാൻ ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നു. ഇത് അപ്പോസ്തലരുടെ 9-ാം അധ്യായത്തിലുണ്ട്. അത് ക്രമേണ ദൈവം തനിക്ക് അവസരങ്ങളെ കൊടുത്തു. അങ്ങനെ താന് ശുശ്രൂഷ ചെയ്തിട്ട് മടങ്ങി വന്ന് വിശ്വാസത്തെ വിളിച്ചു കൂട്ടിയിട്ട് പറയുന്നൊരു വാക്കാണ്, ജാതികളോട് സുവിശേഷം പറയാനുള്ള വാതിൽ ദൈവം തുറന്നു തന്നു. അപ്പൊ ദൈവം ഒരു കാര്യം നമ്മളെ ഏൽപ്പിച്ചാൽ അത് സമയത്ത് ചെയ്യത്തക്കതുപോലെ വാതിൽ തുറന്നു വരും. അങ്ങനെ പറഞ്ഞെങ്കിലും പൗലോസ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഉടൻ തന്നെ അങ്ങ് ജാതികളോട് സുവിശേഷം പറയാൻ പോകല്ലായിരുന്നു. ആദ്യ സമയങ്ങളിലൊക്കെ തന്നെ യഹൂദന്മാരുടെ മധ്യേ ശക്തമായി സംസാരിച്ച് യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിക്കുകയായിരുന്നു. പിന്നീടാണ് ഈ വാതിൽ തനിക്ക് തുറന്നു കിട്ടിയത്. അത് ഒന്നാമത്തെ കാര്യം. ഇനിയും 1 കൊരിന്ത്യർ 16-ാം അധ്യായം, അവിടെ പൗലോസ് മറ്റൊരു വാക്ക് ഉപയോഗിക്കുന്നത് 1 കൊരിന്ത്യർ 16-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. 1 Corinthians chapter 16 verse 9. എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികൾ പലരുണ്ട്. താൻ പറയുക, തടസ്സം ഒത്തിരി ഉണ്ടായിരുന്നു, എങ്കിലും സഫലവും വലിയതുമായൊരു വാതിൽ എനിക്ക് തുറന്നു കിട്ടിയിരിക്കുന്നു. ഇത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നതാണ്. സ്വാതന്ത്ര്യം, അതിനുള്ള അവസരത്തെക്കുറിച്ച് പറയുന്നത്. എന്നിൽ പറയുന്നത് എതിരാളികളും പലരുമുണ്ട്. അപ്പോ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാനായിട്ട് ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തരുമ്പോൾ, ആരോഗ്യം തരുമ്പോൾ, പരിജ്ഞാനം തരുമ്പോൾ, ശുശ്രൂഷ തരുമ്പോൾ ഓർത്തുകൊള്ളുക, എതിരാളികളും ഉണ്ടാകും. ഇങ്ങനെ മുൻപോട്ട് പോകുന്ന കാര്യത്തിന് ശത്രുവിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് കർത്താവ് വാതിൽ തുറക്കും, എതിരാളി ഉണ്ടാകും. ഇത് പൗലോസ് ഇടയ്ക്ക് വിശ്വാസത്തിൽ ഓർപ്പിക്കുന്നത് അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കാനായിട്ടാണ്. അടുത്തത് 2 കൊരിന്ത്യർ 2-ാം അധ്യായം. 2 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ ഇതുപോലൊരു വാക്ക് പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട്. 12-ാം വാക്യം, എന്നാൽ ഞാൻ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിക്കുവാൻ ത്രോവാസിൽ വന്നപ്പോൾ കർത്താവിന്റെ പ്രവൃത്തിക്കായി എനിക്ക് ഒരു വാതിൽ തുറന്നു കിട്ടിയപ്പോൾ ഞാൻ മറ്റു സഹോദരന്മാരുടെ കൂടെ ആ കാര്യം ചെയ്തു. അവിടെയും പറയുന്നത് വാതിൽ തുറന്നു കിട്ടി. ഞാൻ ഈ വാക്ക് വായിക്കുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ മുമ്പാകെ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. അത് ഫിലദൽഫിയ സഭയോട് പറഞ്ഞതാ. ഇത് പല പ്രാവശ്യം പൗലോസിന്റെ ജീവിതത്തിൽ തന്നെ അനുഭവിച്ചിട്ടുണ്ട്. ഇനി ഒരു വാക്കോട് വായിച്ചാൽ തന്നെ അവസാനിപ്പിക്കാം. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, അവിടെ താൻ പറഞ്ഞിരിക്കുന്ന വാതിൽ എന്ന് പറയുന്നത് മറ്റൊരു ആശയത്തിലാണ്. കൊലോസ്യൻസ് ചാപ്റ്റർ 4 verse 3. എനിക്ക് ബന്ധന കാരണമായ ക്രിസ്തുവിന്റെ മർമ്മം പ്രസ്താവിക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിന്റെ വാതിൽ തുറന്നു വന്നു. എന്ന് പറഞ്ഞാൽ സംസാരിക്കുവാൻ, പഠിപ്പിക്കുവാൻ, പ്രസംഗിക്കുവാൻ, വിശാലമായി സംസാരിക്കുവാൻ ദൈവം തന്നെ അനുവദിച്ചു. അതാ പറഞ്ഞതിന്റെ ആശയം. പ്രവർത്തനത്തിലുള്ള വാതിൽ തുറന്നു കൊടുക്കുക മാത്രമല്ല, പ്രസംഗിക്കുവാനും പഠിപ്പിക്കുവാനും ദൈവിക മർമ്മങ്ങളെ തനിക്ക് ബോധ്യപ്പെടുത്തിയിട്ട് ആ മർമ്മങ്ങളെ വിശദീകരിക്കാനുള്ള പ്രാപ്തി ദൈവം കൊടുത്തു എന്നാണ് അവിടെ പറഞ്ഞ വാതിൽ തുറന്നു എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം. അപ്പോ നമ്മളിപ്പോ ചിന്തിച്ചത്, കർത്താവ് ഒരു വാതിൽ തുറന്നാൽ അതാർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. പക്ഷെ ശത്രു അതിന് ബദലായിട്ടൊക്കെ വരും. പ്രാർത്ഥനയോടെ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും. ഇനി കർത്താവ് തുറന്ന വാതിലൂടെ അല്ലാതെ വേറെ വാതിലൂടെ പോയാൽ അതിന്റെ തിക്തഫലങ്ങൾ അനുഭവിക്കും. നമ്മളും അനുഭവിക്കും, ഒരുപക്ഷെ മറ്റൊരുത്തരും അനുഭവിച്ചു എന്ന് വരാം. എങ്കിലും കരുണാസമ്പന്ന ദൈവം അവന്റെ പക്കൽ നമ്മുടെ രക്ഷഭദ്രമായതുകൊണ്ട് നമ്മളെ മടക്കി വരുത്തി ആ യഥാർത്ഥ വാതിലൂടെ മുൻപോട്ട് പോകാൻ സഹായിക്കുമെന്നുള്ളത് ദൈവത്തിന്റെ കരുണയാണ്. ഇനി നമ്മൾ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞ കാര്യമാണല്ലോ, താക്കോലും തുറക്കുന്ന കാര്യമൊക്കെ അത് കർത്താവിന്റെ കയ്യിൽ തന്നെയാണ്. പക്ഷേ ഇതിനിടയ്ക്ക് ശിഷ്യന്മാരോട് സംസാരിച്ച കൂട്ടത്തിൽ ഈ താക്കോല് ഒരിക്കൽ പത്രോസിനെ ഏൽപ്പിച്ചായിരുന്നു. അത് ആകെപ്പാടെ കൺഫ്യൂഷൻ ആയിരിക്കുന്ന വിഷയമാണ്. പലരും ഇതിനെ അങ്ങ് മുതലെടുക്കുന്നുണ്ട്.
താക്കോൽ ചിലരെ പ്രത്യേകം കൊടുത്തിട്ടുണ്ടെന്നുള്ള ധാരണയിലൊക്കെ പഠിപ്പിക്കാറുണ്ട്. നമുക്ക് ആ ഭാഗം ഒന്ന് നോക്കാം, അധികം സമയം വേണ്ട. മത്തായി സുവിശേഷം 16-ാം അധ്യായം 19-ാമത്തെ വാക്യം. മത്തായി 16-19. മാത്യു ചാപ്റ്റർ 16 വേഴ്സ് 19. കൈസരുടെ ആ സ്ഥലത്ത് വെച്ച് കർത്താവ് സംസാരിക്കുമ്പോൾ അവരോട് പറഞ്ഞ ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോൾ കർത്താവ് പത്രോസിന് കൊടുത്ത ഒരു പ്രത്യേക ആനുകൂല്യമാണ് 16-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ വായിച്ചത് സ്വർഗരാജ്യത്തിന് താക്കോൽ കൊടുത്തിരിക്കുന്നു എന്നാണ്. പുനരുത്ഥാനം പ്രാപിച്ച കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് അവരുടെ മേൽ ഊതി ആത്മാവിനെ പ്രാപിക്കുമെന്ന് പറഞ്ഞു. അവർക്ക് ആത്മാവിനെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ കിട്ടുന്നതെല്ലാം കെട്ടപ്പെട്ടിരിക്കും, സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം അവിടെ അഴിഞ്ഞിരിക്കും. അത് യോഹന്നാൻ 20-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ആശയം എന്തെന്നറിയാനായിട്ട് നമുക്കൊരു വാക്യം വായിച്ചിട്ട് ചില വാക്കുകൾ ഞാൻ പറയാം. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം, 1 John chapter 3 verse 8. 1 യോഹന്നാൻ 3:8. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഈ പറഞ്ഞതിന്റെ ആശയം, പിശാച് തോട്ടത്തിൽ വന്ന് സംസാരിച്ച കാലം മുതൽ മനുഷ്യവർഗത്തെ മുഴുവനും ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാക്കിയിരിക്കുക. പാപത്തിന്റെ ബന്ധനത്തിൽ, ശാപത്തിന്റെ ബന്ധനത്തിൽ, മരണഭീതിയുടെ ബന്ധനത്തിൽ, അങ്ങനെ എന്തെല്ലാം പറയാമോ ആ നിലയിലെല്ലാം ഉള്ള ബന്ധനത്തിലാക്കിയിരിക്കുക. ദൈവപുത്രൻ പ്രത്യക്ഷപ്പെട്ടത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാനാണ്. അവൻ ഏതെല്ലാം കാര്യത്തിൽ മനുഷ്യനെ ബന്ധിച്ചുവോ അതിൽ നിന്നെല്ലാം മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പറഞ്ഞത്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. നിങ്ങൾ വചനം അനുസരിക്കുമ്പോൾ വചനം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഇനി കർത്താവ് ആ ബന്ധനത്തെ അഴിക്കുവാൻ വന്നു പറയുമ്പോൾ ഈ സാധാരണ ആൾക്കാരൊക്കെ പ്രസംഗിക്കുന്ന പോലെ ആ ബന്ധനമൊന്നും അല്ലിത്. ഇത് വേറെ ബന്ധനമാണ്. ഇത് പാപത്തിന്റെ ബന്ധനമാണ്. ആക്ഷരികമായി കർത്താവ് ആദ്യം പട്ടാളക്കാരുടെ മുമ്പിൽ ബന്ധിക്കപ്പെട്ടവനായി, പിന്നീട് കുരിശിൽ താൻ ബന്ധിക്കപ്പെട്ടവനായി. ആക്ഷരികമായി താൻ ബന്ധനത്തിൽ കൂടി കടന്നുപോയതുകൊണ്ടാണ് ആ കഷ്ടങ്ങളും ആ മരണവും ആ അടക്കവും പുനരുത്ഥാനവുമാണ് നമ്മുടെ പരിപൂർണമായ ബന്ധനത്തിൽ നമ്മളെ വിമുക്തരാക്കിയത്. അങ്ങനെ നമ്മൾ രക്ഷിക്കപ്പെട്ടു, നമ്മൾ സ്വാതന്ത്ര്യമുള്ളവരായി തീർന്നു. അതാണ് നമ്മളെക്കുറിച്ച് പറയുന്ന രക്ഷിക്കപ്പെട്ടു പറഞ്ഞതിന്റെ ആശയം. ഇനി നമ്മുടെ മറ്റേ വാക്യം എന്താ? മറ്റേ വാക്യം പത്രോസോട് പറയുന്നത്, സ്വർഗ്ഗരാജ്യത്തിന് താക്കോൽ തരുന്നെന്ന് പറഞ്ഞാൽ, ഞാൻ ഇത് പറഞ്ഞിട്ട് മരിക്കാൻ പോയാ, മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേക്കാൻ പോയ, ഞാൻ ഉയർത്തി കഴിയുമ്പോൾ എന്റെ വ്യക്തിത്വത്തിൽ തന്നെ ഒരു പ്രത്യേക സ്വഭാവം ഉണ്ടാകാൻ പോയ. അതിന് പൗലോസ് പറഞ്ഞത്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച ഉയർത്ത യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. സുവിശേഷത്തെക്കുറിച്ചുള്ള ഐഡിയ നേരത്തെ കൊടുത്തെങ്കിലും പുനരുത്ഥാനം പ്രാവശ്യപ്പോഴാണ് സാക്ഷാൽ സുവിശേഷം പൂർണ്ണമായത്. മരിച്ച് അടക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ വേറൊന്ത് പറഞ്ഞാലും ആ സുവിശേഷം പൂർണ്ണമാകത്തില്ല. അങ്ങനെ ഞാൻ സുവിശേഷമായി തീർന്നപ്പോൾ എന്നെക്കുറിച്ച് നിങ്ങൾ പറയണം. നിങ്ങൾ ആരോടൊക്കെ പറയുന്നുവോ, ആരൊക്കെ അത് അംഗീകരിക്കുന്നവർക്ക് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ഉണ്ടാകും. എന്ത് മുഖാന്തരമാണ്? സുവിശേഷ മുഖാന്തരം. ആ സുവിശേഷം എന്ന ആ വചനത്തിന്റെ താക്കോലാണ് പത്രോസിന് കൊടുത്തത്. അത് പത്രോസിന് മാത്രമല്ല, ഇന്നും സുവിശേഷം പ്രസംഗിക്കുന്ന ഏതൊരു മനുഷ്യർക്കും ആ സുവിശേഷ പ്രസംഗത്തിലൂടെ ഒരാളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള സഹായം ചെയ്യുവാനായിട്ട് സാധിക്കും. അതാണ് താക്കോൽ ഉപയോഗിച്ചു എന്ന് പറഞ്ഞതിന്റെ ആശയം. ആക്ഷരിക അർത്ഥമല്ല അതിനുള്ളത്. ഇനി നിങ്ങളെ കെട്ടപ്പെട്ടിരിക്കുന്നത് അവിടെയും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ അഴിച്ചിരിക്കുന്ന അവിടെ അഴിച്ചിരിക്കുന്നു പറഞ്ഞാൽ ആശയം വായിച്ച വാക്യം ഓർമ്മയുണ്ടല്ലോ. യേശുക്രിസ്തു വന്നത് പിശാചിന്റെ ബന്ധനങ്ങളെ അഴിക്കുവാനാണ്. അത് സുവിശേഷത്താൽ പറഞ്ഞു കഴിയുമ്പോൾ അത് വിശ്വസിക്കുന്നവർക്ക് ആ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുതലുണ്ടാകുന്നു. അത് കേട്ടിട്ടും ഗ്രഹിച്ചിട്ടും മനസ്സിലായിട്ടും പണ്ട് ഒരു രാജാവ് പറഞ്ഞ പോലെ, പോയിട്ട് വാ പിന്നെ ഒരിക്കൽ കേൾക്കാം എന്ന് പറഞ്ഞ പോലെ നമ്മളെ തള്ളിക്കറയുന്നവരുണ്ട്. സുവിശേഷം പറയാൻ പോകുന്നവർക്കറിയാം, പലരും അത് അംഗീകരിക്കുന്നില്ല. ബോധ്യപ്പെട്ടിട്ടും പിന്നാട്ടെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നവരുണ്ട്. അവരിപ്പോഴും ബന്ധിക്കപ്പെട്ട് കിടക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ സുവിശേഷം പറഞ്ഞു, ബന്ധനം അവരഴിച്ചില്ല, അവർ ബന്ധിക്കപ്പെട്ടതായിട്ട് തന്നെ ഇരിക്കുക. അവിടെയും എങ്ങനെയായിരിക്കും? ബന്ധിക്കപ്പെട്ടിരിക്കും.
ഇവിടെ സുവിശേഷം പറയുമ്പോൾ അംഗീകരിച്ചാൽ ആ ബന്ധനം അഴിയുന്നു. നിങ്ങൾ സുവിശേഷത്താൽ അഴിഞ്ഞവരെ അവിടെയും അഴിഞ്ഞിരിക്കും. അതാണ് പറഞ്ഞതിന്റെ സാരം. മറ്റൊരു വ്യാഖ്യാനം അതിനകത്ത് പറയാൻ നിവൃത്തിയില്ല. പത്രോസിന് പ്രത്യേകം ഒന്നും കൊടുത്തായിട്ടല്ല ഉദ്ദേശിക്കുന്നത്, എല്ലാവർക്കും കൂടെയുള്ള കാര്യമായിട്ടിരിക്കുന്നത്. പിന്നെ പത്രോസിനെ സംബന്ധിച്ച് ഒരു പ്രത്യേകത ഉള്ളത്, പെന്തക്കോസ്ത് നാളിൽ ആദ്യമായിട്ട് സുവിശേഷം പ്രസംഗിച്ച് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം ഒരുക്കിക്കൊടുത്തത് തന്റെ പ്രസംഗത്തിലൂടെയാണ്. 8-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ ശമര്യര് സുവിശേഷം കേട്ട് വിശ്വസിച്ചുവെന്ന് അറിഞ്ഞപ്പോൾ പത്രോസ് ഓടിച്ചെന്ന് അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് ആത്മാവ് ലഭിച്ചതായിട്ട് വായിക്കുന്നുണ്ട്. അത് ശമര്യരും യഹൂദന്മാരെ പോലെ തന്നെ വിശ്വസിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നുള്ളത് തെളിവായിട്ടാണ്. പിന്നെ 10-11 അധ്യായം വായിക്കുമ്പോൾ അവിടെയും വായിക്കുന്നത് അത് ജാതികളുടെ ഭവനത്തിൽ പത്രോസ് പോയിട്ട് സുവിശേഷം പറഞ്ഞ കൊർന്നല്യോസ് ഭവനത്തിൽ അവിടെ അങ്ങനെ സംഭവം ഉണ്ടായി. ഇങ്ങനെ യഹൂദന്മാർക്കും ശമര്യർക്കും ജാതികൾക്കും സുവിശേഷത്താലുള്ള പ്രവേശനം സാധിപ്പിച്ചു കൊടുത്തത് പത്രോസിന്റെ പ്രസംഗ മുഖാന്തരമാണെന്നാണ് പറയുന്നതിന്റെ ആശയം. അതിൽ കൂടുതൽ വ്യാഖ്യാനം അതിന് വന്നാൽ അത് തെറ്റിപ്പോകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ കയ്യിലും കർത്താവ് താക്കോല് തന്നിട്ടുണ്ട്. ഒരു ഭാഗ്യമാണ്, വലിയ ഭാഗ്യമാണ്. ആ താക്കോല് പണ്ടത്തെ വീട്ടില് ഉത്തരത്തെ വെച്ചേക്കാനുള്ളതല്ല. താക്കോല് ഉത്തരത്തെ വെച്ചേക്കാനുള്ളതല്ല. സുവിശേഷൻ എന്ന് പേരുള്ള വിളിയുള്ള ഏത് മനുഷ്യനും സുവിശേഷ വേല ചെയ്യണം. വിശ്വാസികളും സുവിശേഷത്തിന്റെ പങ്ക് വഹിക്കണം. എല്ലാ വിശ്വാസികളും സുവിശേഷത്തിന്റെ പങ്ക് വഹിക്കണം. താക്കോല് സൂക്ഷിച്ചു വെക്കാനുള്ളതല്ല, ഉപയോഗിക്കാനുള്ളതാണ്. അത്രയും പറഞ്ഞ് മുൻപോട്ട് പോകാം. ഒന്നുകൂടെ വായിക്കാം. 9-ാമത്തെ വാക്യം, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. റെവലേഷൻ ചാപ്റ്റർ 3 വേഴ്സ് 8. തുറന്നു വച്ചിരിക്കുന്നത് മാത്രമല്ല, പിന്നെ നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഇവരെ കുറിച്ച് ഒരു കുറ്റം പറഞ്ഞില്ല, മറ്റു പലരെ കുറിച്ച് കുറ്റം പറഞ്ഞു. ഇവിടെ ഒരു കുറ്റം വേണേ പറയാമായിരുന്നു. എന്തുവാ? നിനക്ക് അല്പമേ, നീ ഒരു ബലഹീനാന്നല്ലോടാ എന്ന് പറയാമായിരുന്നു. പക്ഷെ ആ അല്പമേ ശക്തിയുള്ളൂ എന്നുള്ള കാര്യം ഒരു കുറ്റമായിട്ട് കർത്താവ് പറയുന്നില്ല. അതിന്റെ അർത്ഥം ന്യായമായി ചിന്തിക്കാവുന്നൊരു കാര്യമാണ്. ഒരു പക്ഷേ ഇവർക്ക് എണ്ണത്തിൽ കുറവായിരിക്കും അസംബ്ലി മെമ്പേഴ്സ്, അങ്ങനെ വരാം. നമ്മൾ പറയുമല്ലോ, നമ്മുടെ എണ്ണം ഒരു ശക്തിയായിട്ട് സാറിന് പറയാറുണ്ട്. പിന്നെ ഇവര് വലിയ പരിജ്ഞാനമുള്ളവരായിരിക്കാൻ സാധ്യതയില്ല. അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഈ ശക്തി കുറവെന്ന് പറഞ്ഞാൽ. ഇന്നത്തെ കാലത്ത് പൊതുവെ സംസാരിക്കുമ്പോൾ ആൾക്കാർ പറയാറുണ്ടല്ലോ, അവിടുത്തെ സഭയിൽ മുഴുവൻ സാറുമാരാ. ആരാ? സാറുമാരാ. ശരിയാ, പല സഭകളിലും സാറുമാരാ ഭരിക്കുന്നത്, സാറുമാര് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം അവർക്ക് പരിജ്ഞാനമുണ്ടെന്നാ, വിദ്യാഭ്യാസമുണ്ടെന്നാ, അവർക്ക് പല കാര്യം ചെയ്ത് പരിചയമുണ്ടെന്നാ. അതൊരു സമ്പത്തായിട്ടാണ് പലരും കരുതുന്നത്, ശക്തിയായിട്ടാണ് പലരും കരുതുന്നത്. ഞങ്ങൾ ശക്തന്മാരാണോ? 10, 50, 100 മെമ്പേഴ്സുള്ള സഭകളിൽ ഈ സഭയുടെ എണ്ണം പറയുമ്പോൾ സാറ് പറയാറുണ്ട് സ്ട്രെങ്ത് എന്ന് പറയാറുണ്ട്. സ്ട്രെങ്ത് ഞങ്ങൾ സ്ട്രെങ്ത് 40 പേരാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എണ്ണം പറയുന്നതാണ്. അപ്പൊ ആ ആശയം ഇവിടെ വരുന്നുണ്ട്. എണ്ണം കുറവായിരിക്കാം, പരിജ്ഞാനം കുറവായിരിക്കാം. ഇത് രണ്ടും ഒരു കുറ്റമായിട്ട് കർത്താവ് കണ്ടില്ല. എത്ര ഭാഗ്യമായിരിക്കുന്ന കാര്യമാണ്. അതിന്റെ അർത്ഥം എന്തുവാ? നമ്മുടെ സഭയിൽ വരുന്ന ആളുകളുടെ എണ്ണമല്ല കർത്താവ് നോക്കുന്നത്, നമ്മുടെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയുമല്ല കർത്താവ് നോക്കുന്നത്. പിന്നെന്തുവാ? നിങ്ങൾ എന്റെ നാമം നിഷേധിച്ചില്ല, എന്റെ വചനം കാത്തു. നാമം നിഷേധിച്ചില്ല, ദൈവനാമത്തിന് ദോഷമായിട്ടൊന്നും ചെയ്തില്ല. ഈ 2 ഗുണങ്ങൾ അവരെ കുറിച്ച് പറയുന്നു. പക്ഷേ നിങ്ങൾ ബലം കുറവുള്ളവരാ. സാരമില്ല. ഈ പവർ കാണിക്കാൻ ചിലർക്ക് വലിയ താല്പര്യമാണ്. പവർ കാണിക്കാൻ അത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമല്ല. ഞാനത് പിന്നെ പറയാം. ഈ ബലം കുറവാന്ന് പറയുമ്പോൾ, നിങ്ങൾ അല്പമേ ശക്തിയുള്ളെന്ന് പറയുമ്പോൾ ന്യായമായിട്ട് അവർക്ക് എന്താ അതിന് കർത്താവ് പ്രതിവിധിയായിട്ട് ചെയ്യേണ്ടത്? ശക്തി കൂടാനുള്ള മാർഗമല്ലേ പറയേണ്ടത്. പക്ഷെ അവരോട് പറഞ്ഞെന്ന് നോക്കിയേ, 11-ാം വാക്യം. നിനക്കുള്ളത് പിടിച്ചുകൊള്ളുക. ഹോൾഡ് ഫാസ്റ്റ് വാട്ട് യു ഹാവ്. ശക്തി കുറവായതുകൊണ്ട് കുറ്റം പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ശക്തിയിൽ തന്നെ നിലനിൽക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്ന ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഉള്ളത് പിടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ ഇനി എന്ത് ചെയ്യരുത്? ശക്തിയിൽ കുറഞ്ഞു പോകരുത്. നിങ്ങൾ ശക്തിമാന്മാരാന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അത് കേൾക്കാൻ എനിക്ക് താല്പര്യം ഇല്ല. പക്ഷെ നിങ്ങൾക്ക് ഉള്ള ശക്തി എന്ത് ചെയ്യണം? പിടിച്ചുകൊള്ളണം. ഉള്ളത് നഷ്ടം വരാതിരിക്കാനായിട്ട്, മറ്റാരും കവർന്നു കൊണ്ടുപോയിരിക്കാനായിട്ട്, മറ്റു ഉപദ്രവം ഉണ്ടാകാതിരിക്കാനായിട്ട് ഉള്ളത് പിടിച്ചുകൊള്ളണം. അതാണ് അവരോട് പറയുന്നത്. നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് ബലം കുറവാണെന്ന് പറയുമ്പോൾ ബലത്തിനുള്ള മാർഗമാണ് സാധാരണ പറഞ്ഞു കൊടുക്കുന്നത്. ഇനി വേറൊരു ഉദാഹരണം ഞാൻ പറയാം, അപ്പോഴത് കുറച്ചുകൂടി മനസ്സിലാവും.
ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ സുവിശേഷ വിലക്കായിട്ട് അയക്കുന്നു. ഈ രണ്ടുപേരെ അയക്കുക. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അയക്കുന്നത് കുഞ്ഞാടുകളെ പോലെ ചെന്നായ്ക്കളുടെ നടുവിൽ. ചെന്നായ് ശക്തിമാനാ, കുഞ്ഞാടോ ശക്തിയില്ലാത്തതാ. അപ്പൊ വാസ്തവത്തിൽ ഇവർക്ക് എന്താ വേണ്ടത്? ശക്തി വേണം. ചെന്നായുടെ പോരാടാനുള്ള ശക്തിയാണ് വേണ്ടത്. ഞാൻ നിങ്ങളെ അയക്കുന്നത് ബലഹീനമായ അവസ്ഥയിൽ അയക്കുന്ന. എവിടെ അയക്കുന്നത്? ബലവാന്റെ മുമ്പിലേക്ക് അയക്കുന്നത്. എന്നിട്ട് പറയാ, അതിനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, ഒന്ന് തുലനം ചെയ്യാനായിട്ട് കർത്താവ് പറയാ. എന്ത് പറഞ്ഞത്? ബുദ്ധി വേണം, നിഷ്കളങ്കത്വം വേണം. അങ്ങനെ പറഞ്ഞു. പാമ്പിനെ പോലെ ബുദ്ധി ഉണ്ടായിരിക്കണം, പ്രാവിനെ പോലെ നിഷ്കളങ്കരായിരിക്കണം. ഇത് ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമാണ്. ഒരു സഭയോട് പറഞ്ഞു, നിങ്ങൾക്ക് അല്പമേ ശക്തിയുള്ളോ, സാരമില്ല, ഉള്ളത് മുറുകെ പിടിച്ചോളാനാ, ആ ശക്തി ഇത്ര നിൽക്കുക എന്ന് പറഞ്ഞേക്കുന്നത്. സുവിശേഷത്തിലേക്ക് അയച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ശക്തി എന്ന് പറഞ്ഞത് കുഞ്ഞാടിന് ശക്തിയേ ഉള്ളൂ, ശത്രുവായിരിക്കുന്നവൻ ചെന്നായെ പോലെയാ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പോരാടുന്ന കാര്യമല്ല പറഞ്ഞത്. പിന്നെ നിങ്ങൾ ബുദ്ധിയുള്ളവരായിരിക്കണം, നിഷ്കളങ്കരായിരിക്കണം. ആ രണ്ട് സ്വഭാവം ഉണ്ടെങ്കിൽ അവനേക്കാൾ നിങ്ങൾ ആരായിരിക്കും? ശക്തിമാന്മാരായിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ശത്രുവിനേക്കാളും ശക്തിമാനാകണമെങ്കിൽ കുറച്ച് വാദം അടിക്കാനല്ല കർത്താവ് പറഞ്ഞതാണോ? അല്ല. പരിജ്ഞാനം വെളുപ്പാനല്ല പറഞ്ഞത്, പാരമ്പര്യം പറയാനല്ല പറഞ്ഞത്, ഞാനെന്ന് പറയാനല്ല പറഞ്ഞത്. നീ ബുദ്ധിയോട് ജീവിക്കണം, നിഷ്കളങ്കതയോട് ജീവിക്കണം. ബുദ്ധിമാന്മാരെ കർത്താവിന് വലിയ ഇഷ്ടമാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവസ്വർഗത്തിൽ നിന്ന് നോക്കുന്നു. ബുദ്ധിമാന്മാർ ദൈവത്തിന് ഇഷ്ടമാണ്. പിന്നെ ദൈവത്തിന് ഇഷ്ടം നിഷ്കളങ്കന്മാരെയാണ്. കർത്താവിന് വലിയ താല്പര്യമുള്ളതാ. അബ്രഹാമിനോട് പറഞ്ഞായിരുന്നല്ലോ, നീ എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കുക. വേറൊന്നും ആവശ്യപ്പെട്ടില്ല. അദ്ദേഹം നിഷ്കളങ്കനായിട്ട് ജീവിച്ചു. അത് അദ്ദേഹത്തിന്റെ നന്മയ്ക്ക് കാരണമായി. ഞാനിത് പറയാൻ കാരണം, ലോകത്തിന്റെ ബുദ്ധിക്ക് യോജിക്കാത്ത കാര്യമാണ് ഈ രണ്ട് വിഷയങ്ങളും. ശക്തി കുറവുള്ളവർക്ക് ഉള്ളത് പിടിച്ചോളാൻ പറയുക, ശക്തന്മാരുടെ അടുത്ത് പോരാടാൻ പോകുന്നവരോട് പറയാണ് ബുദ്ധിയും നിഷ്കളങ്കത്വം വേണം. ഇനി അത് ഒന്നുകൂടി മനസ്സിലാക്കാൻ ഞാൻ വേറെ ഉദാഹരണം കൂടെ പറയാം. കർത്താവിനെ ക്രൂശിക്കുവാനായിട്ട് പിടിച്ചുകൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ പല ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യമൊക്കെ ചോദിച്ചപ്പോൾ കർത്താവ് പലതിനും മറുപടി പറഞ്ഞില്ല. നീ രാജാവാണെന്ന് ചോദിച്ചു. രാജാവ് ആണെന്ന് പറഞ്ഞു, അല്ലെന്നും പറഞ്ഞു. രണ്ട് സന്ദർഭത്തിൽ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അതുകൂടാതെ എന്റെ രാജ്യം ഐഹികമല്ല, ആയിരുന്നെങ്കിൽ എന്റെ സൈന്യം ഇവരോട് പോരാടുമായിരുന്നു. ഇതവർക്ക് ഒന്നും പിടികിട്ടിയില്ല. രാജാവിന് സാധാരണ എന്തുണ്ട്? ആരുണ്ട് കൂടെ? സൈന്യം കൂടെ ഉണ്ട്. ഈ സൈന്യം എതിർക്കുക. ഏതാ? ഈ ലോകത്തിലെ സൈന്യം അവനെ എതിർക്കുന്നു, ഉപദ്രവിക്കുന്നു, അടിക്കുന്നു, പരിഹസിക്കുന്നു. ഇവൻ രാജാവെന്ന് പറയുകയും ചെയ്യുന്നു. ആരും കൂടില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് കാണത്തക്കവരൊന്നും അല്ലെന്ന്. ഇത് ആത്മീയ കാര്യങ്ങളാണ്. ഞാൻ വരുന്നുണ്ട് രാജാവായിട്ട്, ഞാൻ വരുന്നുണ്ട് സൈന്യമായിട്ട്, ഞാൻ വരുന്നുണ്ട് യുദ്ധം ചെയ്യാനായിട്ട്. അത് പിന്നീടാണ്. അവർക്കത് പിടികിട്ടിയില്ല. ദൈവത്തിന്റെ കൃപയാൽ നമുക്കത് പിടികിട്ടി. കർത്താവ് സൈന്യങ്ങളുടെ അധിപതിയാണെന്നുള്ള ബോധ്യം യോശുവയ്ക്കുണ്ടായി. നമുക്ക് ബോധ്യമുണ്ടായതുകൊണ്ട് നമ്മൾ അവന്റെ കീഴിലെ ഒരു പടയാളിയായി തീർന്നിരിക്കുക. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു തിമോഥെയോസിനോട്, പടജയത്വനെ പ്രസാദിപ്പിക്കേണ്ടതിന് ജീവന കാര്യത്തിൽ ഇടപെടാതെ മുൻപോട്ട് പോകാമെന്ന് പറഞ്ഞു. നമ്മളെല്ലാവരും ആ കർത്താവിന്റെ സൈന്യത്തിലെ ആൾക്കാരെന്നുള്ള കാര്യം നാം മറന്നുപോകല്ല. അത് പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക. ഇനിയും അല്പം എന്നൊരു വാക്കോടെ ഉണ്ടല്ലോ, അല്ലേ? അല്പമേ ശക്തിയുള്ളൂ. പലപ്പോഴും നമ്മൾ ഭാരപ്പെടുന്ന ഒരു വിഷയമാണ് അല്പമേ ഉള്ളല്ലോ എന്നുള്ളത്. അല്പമൊന്നും കർത്താവിന് വിഷയമല്ല. 2-3 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഈ പത്രോസ് ലേഖനത്തിലെ വാക്യമാണ്, പക്ഷെ പഴയ നിയമത്തിലെ കാര്യമാണ്. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേര്. ലക്ഷോപലക്ഷം ജനങ്ങൾ ഈ വചനം കേട്ടതാണ്. നോഹ പ്രസംഗിച്ചുവെന്നും പെട്ടകം പണിതുവെന്നും ഒന്നും ചിന്തിക്കാൻ സാധിക്കുന്ന വാക്യങ്ങളുണ്ട്. ലക്ഷോപലക്ഷം ജനങ്ങൾ അത് കേട്ടതാണ്. അല്പജനം മാത്രമേ പെട്ടകത്തിൽ കാര്യമുള്ളൂ. കർത്താവിന്റെ വിഷയമേ അല്ല. അല്പമേ ഉള്ളൂ പെട്ടകത്തിക്കാരിക്കൂ, അല്പമേ ഉള്ളൂ പെട്ടകത്തിക്കാരിക്കൂ. അധികം പേര് നഷ്ടപ്പെട്ടു പോകുന്നത് അതല്ല ഒരു വിഷയം. അധികം പേരല്ല, ഒരാളും നഷ്ടപ്പെടാൻ ദൈവം ആഗ്രഹിച്ചില്ല. നഷ്ടപ്പെടാതെ ഇപ്പോഴായിട്ട് സംസാരിച്ചായിരുന്നു, അവസരം കൊടുത്തായിരുന്നു, അവസരം വിനിയോഗിച്ചില്ല. അതുകൊണ്ട് കർത്താവിന് അതൊരു വിഷയമല്ല. മാർത്തയുടെയും മറിയുടെയും ഭവനത്തിൽ കർത്താവ് വന്നു. മറിയ പാതകത്തിൽ വചനം കേട്ടു. മാർത്ത പല കാരണങ്ങളാൽ മനം ഉരുകി ചഞ്ചലപ്പെട്ട് ക്ഷീണിച്ചു വന്ന് കംപ്ലൈന്റ് പറഞ്ഞു. അപ്പൊ കർത്താവ് എന്താ പറഞ്ഞത്? മാർത്തയെ
അല്പമേ വേണ്ടു, അല്ല ഒന്ന് മതി, അല്പമേ വേണ്ടു. നീ പലതിനെ ചൊല്ലി വ്യാകുലപ്പെട്ടു, പലത് മെനി തിങ്സ്. അവളോ ഒറ്റ കാര്യത്തിൽ. അത് നിന്റെ ദൃഷ്ടിയിൽ അല്പമാണ്. ഇതെന്തോ ഇത് മൊത്തം പോയി പഠിക്കാനാണ്. എപ്പോ വന്നാലും അവിടെ പോയി പഠിക്കുക, എഴുതുക, എന്തോ പഠിക്കാൻ, ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക. മെനി തിങ്സ്. അവിടെ പല കാര്യങ്ങൾ, ഇവിടെ അല്പകാര്യങ്ങൾ. നിലനിൽക്കുന്ന ഏതാ? ഈ ബൈറ്റിലേക്ക് പോകുന്ന നിലനിൽക്കുമോ? ഇല്ല. അത് ആവശ്യമെന്നേ ഉള്ളൂ. ദൈവത്തിന്റെ വചനമാണ് നിലനിൽക്കുന്നത്. അപ്പൊ കർത്താവ് പറഞ്ഞു, അല്പമെന്ന് ജനങ്ങൾക്ക് തോന്നും. ബൈബിൾ ക്ലാസ്സിന് പോകുന്നു, പഠിക്കുന്നു, വായിക്കുന്നു, മീറ്റിങ്ങിന് പോകുന്നു, മാസിക വീട്ടിൽ വരുത്തി പഠിക്കുന്നു. ഇതൊക്കെ പറയുമ്പോൾ ആൾക്കാർ ഇവര് വേറെ പണിയൊന്നുമില്ല ഇവർക്കെന്ന് പറയും. മനസ്സിലായോ? ജനങ്ങളുടെ മുമ്പാകെ നമ്മൾ ചെയ്യുന്നതൊക്കെ എന്തുവാ? അല്പമാണ്. പക്ഷെ നിലനിൽക്കുന്ന കാര്യമാണെന്ന് ഓർത്തോണം. ഒരു വാക്ക്, ആ വാക്യം വായിക്കാൻ നിങ്ങൾ പറയാം. സംഖ്യാപുസ്തകത്തിലുണ്ട്, മോശ 12 പേരെ ദേശം ഉറ്റുനോക്കാനായിട്ട് വിറ്റു. ആ 12 പേരിൽ 10 പേരും മടങ്ങി വന്ന് പറഞ്ഞെന്തുവാ? അവിടെ പോകാനൊക്കത്തില്ല, അവരാപ്പാടെ കുഴപ്പമുണ്ടാക്കും. നമ്മൾ അവരുടെ ദൃഷ്ടിയിൽ നമ്മൾ വെട്ടുക്കിളിയെ പോലെ. അതെങ്ങനെ? എന്ത് ഭാഷ അത് പറഞ്ഞത്? ഇവരാരാ? അവരുടെ മനസ്സിലിരിക്കുന്ന ഇവരെങ്ങനെ അറിയുന്നത്? അവർക്ക് പോകാൻ താല്പര്യമില്ല. 10 പേരും എതിര് പറഞ്ഞു, ജനങ്ങളെ ഭാരപ്പെടുത്തി, വലിയ നിലവിളി ഉണ്ടായി. 2 പേരെ വളരെ ഭാരത്തോടെ ദുഃഖത്തോടെ വസ്ത്രം കീറിക്കൊണ്ട് മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞു, അല്ല, നമുക്ക് പോകാൻ പറ്റും, ദൈവം ആ ദേശം നമുക്ക് തരും. 10 പേരും 2 പേരും അല്പമേ ഉള്ളൂ, അല്പത്തിൽപ്പെട്ടവരാ. അവർ 2 പേരും അക്കരെത്തി. കാലേബ് ആ മലയുള്ള സ്ഥലം ചോദിച്ചു വാങ്ങി അവിടെ പോയി താൻ അതെല്ലാം പിടിച്ചടക്കി. അല്പമേ ഉള്ളൂ, നിലനിൽക്കുന്നതാ. 10 പേരുടെ കാര്യം എവിടെ കേട്ടിട്ടുണ്ട്? പിന്നെ ഇല്ല. അത് കേൾക്കണമെങ്കിൽ വേറെ ചില ഭാഗങ്ങൾ വായിച്ചാൽ മതി. അവരൊക്കെ ചത്തൊടുക്കോളം 40 വർഷം മരുഭൂമിയിൽ പോയി. അക്കൂട്ടത്തിൽ അവരും പെട്ടു. 10 പേരുടെ കാര്യം അസാധുവായിപ്പോയി. അല്പജനം മാത്രം ഇന്നും പ്രസംഗിക്കപ്പെട്ടു. നമ്മളിപ്പോൾ തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുക. അല്പം എന്നുള്ളത്, അല്പശക്തി എന്നുള്ളത് ഒരു ഭാരമായിട്ട് നമ്മൾ കരുതണ്ട. സഭ, ഇന്ന് സഭയോട് സംസാരിച്ച വിഷയമാണല്ലോ, ഫിലദൽഫിയ സഭ. സഭയിൽ നമ്മുടെ ശക്തി വെളിപ്പെടുത്താനായിട്ടല്ല ദൈവം ആഗ്രഹിക്കുന്നത്, അവന്റെ വചനം കാക്കുവാനും നാമം മുറുകെ പിടിപ്പാനും. നമ്മൾ സഭാഹോളിലേക്ക് വരുമ്പോൾ, ഒന്നിച്ചു കൂടുമ്പോൾ സഭയായി, വിശുദ്ധന്മാരുടെ കൂട്ടമാണ് സഭ. ആ സഭയിൽ ഉദ്ദേശിക്കുന്നത് പാട്ട് പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും വചനം പഠിക്കുമ്പോഴും കൂട്ടായ്മ അനുഭവിക്കുമ്പോഴും വചനം മുറുകെ പിടിക്കും. എന്റെ വചനം നിങ്ങൾ മുറുകെ പിടിച്ചു, എന്റെ നാമത്തെ നിഷേധിച്ചില്ല. നാമത്തെ ഉയർത്തുക, കർത്താവ് നാമത്തെ ഉയർത്തുക എന്നുള്ളതാണ് കർത്താവ് സഭയിലൂടെ ആഗ്രഹിക്കുന്നത്. ശക്തി വെളിപ്പെടുത്തുവാനല്ല. ഞാൻ എന്റെ ശക്തി വെളിപ്പെടുത്തുന്നു, മറ്റൊരുത്തിന് അവന്റെ ശക്തി വെളിപ്പെടുത്തുന്നു, സഭ മൊത്തം ശക്തി വെളിപ്പെടുത്തുന്നു, ദേശത്ത് മറ്റൊരുക്കാൾ ഞങ്ങൾ കുറച്ചുകൂടെ മെച്ചമാണെന്ന് പറയാൻ ശ്രമിക്കുന്നു. ഇതൊന്നും ആവശ്യമില്ല. ദൈവത്തിന് ആവശ്യം അവന്റെ വചനം മുറുകെ പിടിക്കുക, അവന്റെ നാമത്തെ ഉയർത്തിക്കാട്ടുക. അത് കർത്താവ് പുകഴ്ചയായിട്ട് അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുക. നമുക്ക് വരും ദിവസങ്ങളിൽ അല്പമേ ശക്തിയുള്ളോ? എണ്ണത്തിൽ നമ്മൾ കുറവാണോ? സാരമില്ല. വലിയ പരിജ്ഞാനം ഇല്ലാത്തവരാണോ? സാരമില്ല. ഉള്ളത് മുറുകെ പിടിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്തിക്കൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ട്, കർത്താവിന്റെ വചനം മുറുകെ പിടിപ്പാനായിട്ട് ഈ ചിന്ത മുഖാന്തരമായി തീരട്ടെ. വഴിമാറി യാത്ര ചെയ്യരുത്. തുറന്നിരുന്ന വാതിലൂടെ മാത്രമേ പോകാവൂ. ആവശ്യത്തിൽ പോയിട്ട് ദുഃഖം വലിച്ചു വെക്കാൻ ഇടയാക്കരുത്. എങ്കിലും അവൻ കരുണയോടെന്ന് ഓർത്ത് നമുക്ക് അവനെ സ്തുതിക്കാം. അവൻ കരുണയോടെ നമ്മുടെ വഴി കാണിച്ചു വന്ന് നമ്മൾ നടത്തുന്ന ഓർത്ത് നമുക്ക് അവന് കീഴ്പ്പെട്ട് ജീവിക്കാം. ഈ ചിന്ത അതിന് മുഖാന്തരമായി തീരട്ടെ. കർത്താവിന് വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.